ഡിസൈൻസിനെ കുറിച്ചുള്ള മൊഡ്യൂൾ 5 ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയതിനാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിലെ ബേസ് കളർ ഏതാണെന്ന് മനസ്സിലാക്കി അതേ കളറിലുള്ള നൂല് സ്റ്റിച്ച് ചെയ്യാനായി എടുക്കുക. ഇവിടെ ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കി തെറ്റു പറ്റാതെ സ്റ്റിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക. അഥവാ തെറ്റു പറ്റിയാൽ അഴിച്ച് വീണ്ടും തെറ്റ് തിരുത്തി ചെയ്യുവാനുള്ള ക്ഷമ കാണിക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കാം. ഇവിടെ കാലിന്റെ മുകൾ ഭാഗമാണിത്. ഇത് പീസ് ജോയിന്റ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ്. നമുക്കറിയാം, നമ്മളിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കേണ്ട പീസിലും പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം കാലിന്റെ അടിഭാഗത്ത് മടക്കിടിക്കുവാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിന്റെ ചീത്ത ഭാഗം എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ 1/4 ഇഞ്ച് മാത്രം മടക്കി കൊടുക്കുക. വലിക്കരുത്. കാരണം നമ്മുടെ ഫാബ്രിക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് വലിക്കും തോറും ഇത് വലിഞ്ഞു വലിഞ്ഞ് നമ്മുടെ മെഷർമെന്റിനേക്കാൾ കൂടുതലാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രികയുടെ അറ്റം കൊണ്ടോ ചെറുതായിട്ടൊന്ന് ഇതിനൊരു മാർക്ക് പോലെ ഫോൾഡ് പോലെ വരുന്ന രീതിയിലൊന്ന് അടയാളം ഇട്ട് കൊടുക്കുക. ഇതിനു ശേഷം ഇതേ അളവിൽ തന്നെ വീണ്ടും ഒന്നുകൂടി മടക്കുക. വലിക്കരുത്. ഇതുപോലെ തന്നെ മടക്കുക. മടക്കിയതിനു ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭാഗത്ത്, അതായത് ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഏറ്റവും ചേർന്നാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത്. സ്റ്റിച്ചിങ്ങിൽ ഫിനിഷിങ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഫാഷൻ ഡിസൈനർ ആകുവാനായിട്ട് വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആവശ്യമാണെന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഏറ്റവും അരികിലൂടെ ചേർത്ത് തയ്ക്കുക. ഇത്രയും ഭാഗം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ചിട്ട് ഇത്രയും ഭാഗമാകുമ്പോഴേക്കും ഇവിടെ വരെ നമ്മൾ മടക്കി പിടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് സൂചി ക്ലോത്തിൽ താഴ്ത്തി നിർത്തിയതിനു ശേഷം ലിഫ്റ്റർ ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം വീണ്ടും ഇവിടെ നിന്ന് അത്രയും തന്നെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചാലും ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും സൂചി കുത്തി നിർത്തുക, ലിഫ്റ്റർ ഉയർത്തുക, വീണ്ടും മടക്കി വെക്കുക. അങ്ങനെ അറ്റം വരെ ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാബ്രിക്കിന് ചുളിവുകൾ ഈ ഭാഗത്ത് വരാതിരിക്കാൻ വേണ്ടി ആണ് പ്രസർ ഫുട്ട് ലിഫ്റ്റർ ഉയർത്തി വീണ്ടും ഈ ഫാബ്രിക്കിനെ ഒന്ന് ഫ്രീ ആക്കിയതിനു ശേഷം മടക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് അറ്റം വരെ ഒരേ ലെവലിൽ തയ്ച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനൊരു പിരിവ് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനാണ് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഒരു തവണ മടക്കിയടിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്തായി ചീത്ത ഭാഗത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഒരു കാരണവശാലും നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം രണ്ടാമത്തെ സ്റ്റിച്ച് ഈ ഭാഗത്തുകൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല സ്റ്റിച്ച് വരുന്നത് ചീത്ത വശത്തായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗത്തൂടെ താഴെ ചേർത്തടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെ അടിഭാഗം മുകളിലും താഴെയുമായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒട്ടും ചുളിവുകളില്ലാതെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ 2 കാലിന്റെയും അടിഭാഗം തയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മുകൾ ഭാഗത്തേക്ക് വന്നു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രാ പീസ് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. അതിനായി 4 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിലരുടെയെങ്കിലും തുണികളിൽ 2 വലുതും 2 ചെറുതുമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പുറകെ വിശദീകരിക്കാം. ഇപ്പോൾ ഈ 4 ഭാഗവും ഒരുപോലെ കിട്ടിയിട്ടുള്ളവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇതിൽ നിന്ന് 2 പീസ് മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം മറ്റു 2 പീസ് അടുത്ത കാലിനായി മാറ്റിവെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള നല്ല വശവും തമ്മിൽ ജോയിന്റ് ചെയ്യാൻ നമ്മളിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ പോയിന്റ് വരുന്നത് ഈ കാലിന്റെ ഈ ഭാഗത്തും പോയിന്റ് വന്നിരിക്കുന്ന ഭാഗത്ത് കൊണ്ടൊന്ന് വെക്കുക. വെച്ചതിന് ശേഷം നോക്കുക ഇത് രണ്ടും നല്ല വശം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് സ്കെയിലോ ടേപ്പോ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം വളയാതെ തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ
മുകൾ ഭാഗത്ത് അല്പം ഉയർന്നു നിൽക്കുന്നതായി നമ്മൾ വെച്ചു കൊടുക്കുന്ന പീസിനെ കാണാൻ സാധിക്കും. അവിടെ അല്ല ഒരിക്കലും ഒരുപോലെ വരേണ്ടത്, ഈ ഭാഗത്താണ്, അതായത് പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ച് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മറിക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു വലുതും ഒരു ചെറുതുമായി നിൽക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗവും കൂടെ കൃത്യമായി അറേഞ്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുക. മറിച്ച് നോക്കുമ്പോൾ ഈക്വലായി കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ അരയിഞ്ച് വരയ്ക്കേണ്ട ഭാഗം. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരയിഞ്ചിൽ ഒരു സ്റ്റിച്ച് മാത്രം മതിയാകും. രണ്ടാമത്തേത് നമ്മൾ ഇപ്പുറത്തേക്കിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ അടി ഉറപ്പിച്ചുള്ള അടിയാകും. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് അരയിഞ്ച് ലൂസിൽ കൊടുക്കുക, രണ്ടാമത്തേത് ഇങ്ങനെ വെച്ചതിന് ശേഷം അരികിലൂടെ കൊടുക്കുക. ഇത്രയും ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതാണ് അരയിഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നല്ല ഭാഗത്തൂടെ പുറമേ അടിക്കുക എന്നുള്ളതാണ്. അത് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നല്ല ഫിനിഷിങ്ങിലായിരിക്കും ഇരിക്കുക. ഇതുപോലെ ആയിരിക്കില്ല, നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇപ്പുറം മറിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്തേക്കാണ് പതിച്ചടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ ജോയിന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പുറത്തെ ഭാഗം കൂടി ഇതുപോലെ തന്നെ അടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് അല്പം കയറി നിൽക്കുന്നതായിട്ട് കാണാം. ഒരു കാരണവശാലും മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യരുത്. ഈ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഭാഗത്ത് നിന്നല്ല, ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കുന്നതെങ്കിൽ ഇതുപോലെ ബാലൻസ് വന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ലെവൽ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം നമുക്കറിയാം താഴെ 6 ഇഞ്ചിൽ നിന്ന് ക്രീസ് ലൈനിലേക്ക് 8.5 ഇഞ്ച് ക്രീസ് ലൈനിലേക്ക് ചേർത്ത് വരച്ചിരിക്കുന്ന വരെയാണ്. ഇവിടെ എക്സ്ട്രാ വന്നാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള അളവുകളെല്ലാം തെറ്റും. ലെവൽ ചെയ്യാനുള്ള ഭാഗം മുകൾ ഭാഗത്താണെങ്കിൽ ഇത് നമുക്ക് ലെവൽ ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്താണെങ്കിൽ ഈ ഷേപ്പ് കിട്ടുന്നതല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് കാലിന്റെ അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക്, അതായത് ക്രീസ് ലൈനിലേക്ക് ജോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ മെഷർമെന്റ്സും വരകളും വരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. താഴെ 1.5 ഇഞ്ച് അലവൻസ് ഇട്ടതിന് ശേഷം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും ഭാഗം വരെ ഇതേ അളവിൽ തന്നെ ഏകദേശം പോരേണ്ടതാണ്. കാരണം ഇത്രയും ഭാഗമാണ് നമുക്ക് ചുരിയായി നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് ചുരുക്കുപോലെ കിടക്കുന്നത്. അതിനുശേഷം മുകളിലേക്ക് നമ്മുടെ കാലിലെ വണ്ണം കൂടുതലുള്ള ഭാഗമാണ്. ആ ഭാഗത്തേക്ക് പതുക്കെ അളവ് കൂടുതലായി വരുന്നു. അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ 1.5 ഇഞ്ച് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോരാം. മാർക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ചിലേക്ക് ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 1/2 ഇഞ്ചിലേക്ക് എത്തുന്നു. ഫിനിഷ് ചെയ്തു. താഴെ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്തതിന്റെ ആ ഭാഗത്ത് നിന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ വരകളിലൂടെ പോരുക. പോന്ന് അവസാനം 8.5 ഇഞ്ച് ലൂസ് ഈ ക്രീസ് ലൈനിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത സ്ഥലത്തും സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ക്രോസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അല്പം ഒന്ന് വലിച്ചു പിടിച്ച്, ഇത്രയുമെങ്കിലും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ചില സമയങ്ങളിലെങ്കിലും ആർക്കെങ്കിലും അനുഭവത്തിലുണ്ടാകാം, താഴെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ സ്റ്റിച്ച് പൊട്ടിപ്പോകുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതില്ലാതിരിക്കുവാനാണ് ഈ ഭാഗത്തുനിന്ന് കെട്ടിട്ടതിന് ശേഷം ഇത്രയും വലിച്ചു പിടിച്ച് തന്നെ ഓരോ ഭാഗത്തും വലിച്ചു പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അറ്റം വരെ എത്തുമ്പോഴേക്കും കെട്ടിടുക. ഇപ്പം നമ്മളിത്
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വലിച്ചു നോക്കുക, പൊട്ടുന്നുണ്ടെങ്കിൽ റീസ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ പൊട്ടുന്നില്ല. ഇനി ഇതേ അളവ് തന്നെ മറ്റേ കാലിലേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കോപ്പി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ വരച്ചിരുന്നത് ഈ ഭാഗത്താണെങ്കിൽ തയ്ച്ചതിന് ശേഷം ഇപ്പുറത്തെ ഭാഗം എടുക്കുക. ഈ തയ്ച്ച പാടുകളിലൂടെ ചോക്ക് കൊണ്ട് അല്പം ഡാർക്കാക്കി വരയ്ക്കുക. അല്പം തിക്കായിട്ട് തന്നെ വരണം ചോക്ക് പാട്. ഈ വരകളിലൂടെ എല്ലാം കൃത്യമായി ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത കാലെടുക്കുക. അടുത്ത കാലെടുത്ത് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത്, മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത് ഈ ഭാഗമായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഭാഗം കിടക്കുക. ഇത് സ്റ്റിച്ചിങ് അലവൻസുള്ള ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരും. ഈ ഭാഗം വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ടേബിളിൽ കൊണ്ടുവന്ന് ടേബിളിൽ മെഷീനിൽ ഇരിക്കുന്ന അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഇവിടെയാണ് ചോക്ക് പാട് വരുത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായി കൊണ്ടുവന്ന് ഇതിൻ്റെ അറ്റത്തേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുക. ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ചോക്ക് പാട് പതിപ്പിക്കാം. ഒരല്പം അമർത്തി തടവണം, എങ്കിൽ മാത്രമാണ് ചോക്ക് പാട് നമുക്ക് കിട്ടുന്നത്. ഇനി ഒന്ന് നോക്കൂ, വളരെ ഈസിയായി നമുക്ക് അടയാളം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ചെയ്യാം. ഇതേ അളവിൽ തന്നെ മെഷർ ചെയ്ത് രണ്ട് കാലിലും എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ഈസിയായി നമുക്ക് എങ്ങനെ മെഷർമെന്റ്സ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. മറ്റതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് വലിച്ചു നോക്കുമ്പോൾ പൊട്ടുന്നില്ല എങ്കിൽ ഇതിൽ നിന്ന് കാലിഞ്ച് നീക്കി രണ്ടാമതൊരു സ്റ്റിച്ച് കൂടി വരയ്ക്കുക. വരച്ചതിന് ശേഷം ഈ ഭാഗത്ത് വെച്ച് ഒരുമിച്ച് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി ചേർന്ന് അറ്റം വരെ എത്തുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ചുരി ബോട്ടം എന്നത് അല്പം ടൈറ്റായിട്ട് കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമതൊരു സ്റ്റിച്ച് കൂടെ ഇത്രയും ഭാഗം മാത്രം കാലിഞ്ച് കൂട്ടി എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുമിച്ച് ചേർന്ന് പോരുക എന്ന് പറയുന്നത്. അതുകൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ തുറന്നതിന് ശേഷം ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്യാം. രണ്ട് കാലിലും ഇതുപോലെ തന്നെ ലെവൽ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ക്രീസ് ലൈൻ രണ്ടും തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റ് കൃത്യമായി അറേഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആണ് നമുക്ക് ഇവിടെയും ഉള്ളത്. ഈ രണ്ട് പോയിന്റുകളും ഇതിൻ്റെയും ഒരുപോലെ എടുത്തതിന് ശേഷം രണ്ടും തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കുക. യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നല്ല ഭാഗത്തൊന്ന് മറിച്ച് നോക്കുക. ഈ സ്റ്റിച്ച് തമ്മിൽ ഒരുമിച്ചാണോ കിടക്കുന്നതെന്ന്. ഒരുമിച്ചല്ല എങ്കിൽ കൃത്യമായി ഒരുമിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം ഇവിടെ കൃത്യമാക്കി വെച്ചതിന് ശേഷം
ഈ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ലൂസിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്കും മാർക്ക് ചെയ്യുക. അറേഞ്ചാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ അറ്റവും ഈ ഭാഗവും എല്ലാം ക്ലോത്ത് ഒരുമിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ് അലവൻസ് രണ്ട് ഭാഗത്തും ഒന്നുകിൽ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കോ ഒരുമിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഈ സ്റ്റിച്ച് രണ്ടും തമ്മിൽ ഒരുപോലെ ആയിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഈ ഭാഗത്തും അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ അറ്റവും ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ വലിക്കരുത്. ക്ലോത്തിൽ വലിക്കാൻ പാടുള്ളതല്ല. ഇത് നമുക്ക് 8.5 ഇഞ്ചാണ് ക്രീസ് ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ അറേഞ്ച് സ്റ്റിച്ചിങ് അലവൻസിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല ഭാഗത്ത് ഈ 2 തയ്യലും ഒരുപോലെ ആണോ നിൽക്കുന്നതെന്ന് നോക്കിയതിനു ശേഷം വീണ്ടും രണ്ടാമതൊരു തവണ കൂടി ഇതിന്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അടിച്ചുറപ്പിക്കുവാൻ വേണ്ടിയാണത്. ഇത്രയും ഭാഗം നമുക്ക് ചെയ്യാം. ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ മറിച്ചെടുക്കുന്നില്ല. ബെൽറ്റ് പീസിലേക്ക് പിടിപ്പിക്കുമ്പോൾ നമുക്കിത് മറിക്കാതെ തന്നെയാണ് ആവശ്യം വരുന്നത്. അതിന് മുൻപായി ഈ ഭാഗമെല്ലാം ചുളിവോ ലൈൻ തെറ്റിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കൃത്യമായാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോഴും ചുളുക്കൊന്നും വരുന്നില്ല. ആ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്കിനി ബെൽറ്റ് പീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് തൽക്കാലം മാറ്റിവെക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒറ്റ പീസാണ് കിട്ടിയിരിക്കുന്നത്. 25 ഇഞ്ച് വണ്ണത്തിലും 8 ഇഞ്ച് ഇറക്കത്തിലുമുള്ള 2 പീസിന് പകരം ഇവിടെ ഫോൾഡ് ആയതുകൊണ്ട് ഒറ്റ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഫോൾഡിന്റെ താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്തിരുന്നു. അത് ബാക്ക് ആണെന്ന് മനസ്സിലാക്കുവാനാണ്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു. ഈ സ്റ്റിച്ചിങ് അലവൻസിനും ഈ പോയിന്റിനും ഇടയിലാണ്, അതായത് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിനും ഇടയിലാണ് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് വരാനുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇത്രയും ഭാഗം അടയാളപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇതിൽ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഏകദേശം 1/4 ഭാഗം വരെ ഇതേ അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തും ഉറപ്പിച്ച് നന്നായി കെട്ടിട്ട് ഒരു സ്റ്റിച്ച് മാത്രം ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇത്രയും ഭാഗം കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നിങ്ങൾ ശീലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് സ്ലിറ്റ് അടിക്കുന്ന സമയത്ത്, ചുരിദാറിന്റെ ടോപ്പ് ചെയ്യുമ്പോൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് ഒത്തിരി ഉപകാരപ്പെടും. ഇപ്പോഴേ തന്നെ അത് ശീലമാക്കി വെക്കുക. നമ്മൾ ജോയിന്റ് ചെയ്ത വശത്ത് നിന്ന് നേരെ കൃത്യമായി മടക്കുന്നുണ്ട്. ഒരേ സ്റ്റിച്ചിങ് ലൂസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗം മാത്രമേ കെട്ടിട്ടടിച്ചിട്ടുള്ളൂ. ബാക്കി ഇങ്ങോട്ടുള്ളത് ഓപ്പൺ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മടക്കിയ അത്രയും ഭാഗത്തിനുള്ളിലേക്ക് നിങ്ങൾക്ക് ഏത് വീതിയിലാണോ ആവശ്യം ആ വീതിയിൽ ചേർത്ത് മടക്കി കൊടുക്കുക. കൃത്യമായി ഈ ഭാഗത്തൂടെ മടക്കി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോൾ മടക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ അറ്റത്തുകൂടെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് കുത്തി നിർത്തുക. സൂചി വീണ്ടും ലിഫ്റ്റർ പൊക്കുക. ലിഫ്റ്റർ പൊക്കിയതിന് ശേഷം ഇങ്ങനെ തിരിക്കുക. മെഷീനിൽ തുണി ഇങ്ങനെ തിരിക്കുക. തിരിക്കുമ്പോൾ സൂചി ഇവിടെയാണ് കുത്തി നിർത്തിയിരിക്കുന്നത്. സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ ഭാഗത്ത് ലിഫ്റ്റർ ഉയർത്തുക. എന്നിട്ട് ഇത്രയും ഭാഗം ഇതുപോലെ തന്നെ അളവിൽ മടക്കുക. ഇതുപോലെ മടക്കി അറ്റം വരെ മടക്കിയതിന് ശേഷം അടിക്കുക. അടിക്കുമ്പോൾ ഇതേ അളവിലുള്ള ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ അറ്റത്തൂടെ ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തുക. ലിഫ്റ്റ് ഉയർത്തുക. നമ്മുടെ നേരെ തിരിക്കുക. ഇങ്ങോട്ടും അടിക്കുക. അതായത് ഈ ഭാഗത്ത് ഒരു സ്ക്വയർ പോലെയും ഈ ഭാഗത്ത് വി ഷേപ്പിലും
സ്റ്റിച്ച് രണ്ടെണ്ണമായി വരും. ഇത് സ്ലിറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഈ ഷേപ്പിലും ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് മുകളിൽ ചരടിടാനായി മടക്കിയടിക്കുക എന്നുള്ളതാണ്. 8 ഇഞ്ച് ഇറക്കമായതിനാൽ 1 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം മുകളിൽ തേരുവശം, അതായത് തുണി വട്ടമായതുകൊണ്ടാണ്. നീളത്തിലാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും 1 ഇഞ്ചാണ് മടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 8 ഇഞ്ച് ഇറക്കം എന്നുള്ളത് 8.5 ആവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 8 ഇഞ്ച് ഇറക്കത്തിലുള്ള തേരുവശം മുകളിൽ വന്നിരിക്കുന്നതാണ്. ഈ ഭാഗം കട്ട് ചെയ്തതല്ല. അതുകൊണ്ട് 1 ഇഞ്ചാണ് മടക്കുന്നത്. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റ് ഉയർത്തി കൊടുത്തതിന് ശേഷം ഈ അരികിലൂടെ തയ്ച്ച് ഇപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഭാഗമാവുമ്പോഴേക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. ആ ഭാഗം എത്തുമ്പോഴേക്കും ഇവിടെ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയതിന് ശേഷം ഇതിനെ ഒരുമിച്ച് മടക്കി പിടിച്ചു കൊടുത്ത് കൃത്യമായി ഈ 2 ലെങ്ത്തും ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് കെട്ടിട്ടുറപ്പിക്കുക. ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. ചിലരുടെയെങ്കിലും ബോട്ടത്തിൽ റെഡിമെയ്ഡിലോ എന്തിലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അല്പം ഇറക്കം കയറിയും ഇറങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ചരട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു ഓപ്പൺ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഈ ഭാഗത്തിനനുസരിച്ച് ഇപ്പുറത്തെ ഭാഗവും കൃത്യമാക്കിയതിനു ശേഷം മാത്രം കെട്ടിട്ടടിച്ച് തീർക്കുക. ഇതുകൂടി ചെയ്തിട്ട് വരാം. ഇതുവരെയുള്ള ബെൽറ്റ് പീസിലുള്ള എല്ലാ സ്റ്റിച്ചുകളും ചീത്ത ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല വശത്ത് നല്ല സ്റ്റിച്ച് വരണമെന്നുണ്ടെങ്കിൽ ചീത്ത ഭാഗത്തായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. ഇനി ബെൽറ്റ് പീസുമായിട്ട് എങ്ങനെയാണ് ജോയിന്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഇതിന്റെ നല്ല ഭാഗം മറിച്ചെടുക്കുക. ഇത് ഓപ്പൺ ഉള്ള ഭാഗം ഫ്രണ്ടിൽ ചരട് വരുന്നതും അതേ വശത്ത് തന്നെ താഴെ ബാക്ക് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി നേരത്തെ വെച്ചിരുന്നു. ഈ ഭാഗത്ത് രണ്ടിടത്തായിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും നേരത്തെ 5 അടയാളപ്പെടുത്തത് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് മെഷീനിൽ എങ്ങനെയാണ് ബെൽറ്റ് പീസും കാലിന്റെ ഭാഗവും തമ്മിൽ ഇടേണ്ടതെന്ന് നോക്കാം. ഇത് ബെൽറ്റ് പീസിന്റെ ബാക്ക് പോർഷനും ഇത് ഓപ്പൺ ഉള്ള ഫ്രണ്ട് പോർഷനുമാണ്. നല്ല ഭാഗമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ചരടിടാനായി മടക്കിയടിച്ച ഭാഗം, അതായത് അത് മുകൾ ഭാഗം നമ്മുടെ ഇടതുഭാഗത്ത് കൊണ്ടുവരുന്ന രീതിയിൽ മെഷീനിൽ ഇങ്ങനെ വെക്കുക. ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് വന്ന് മുട്ടാൻ പാടുള്ളതല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് താഴെ ബാക്ക് പോർഷൻ പോയിന്റ് ചെയ്ത ഭാഗമാണ്. അതാണ് മെഷീനിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാലിന്റെ ഭാഗം കൊണ്ടൊന്ന് വെക്കാം. നേരത്തെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇതിനെ ചീത്ത ഭാഗം മറിച്ച് നല്ല ഭാഗത്തേക്ക് കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഈ 4 ഭാഗം നമുക്ക് ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോലെ 2 വലുതും 2 ചെറുതുമാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബാക്കാണ്. ഈ ബാക്കിലാണ് കൂടുതൽ പീസ് വന്നിരിക്കുന്ന ഭാഗം വെക്കാൻ പാടില്ലാത്തത്. അതായത് ബാക്ക് പോയിന്റ് ചെയ്തെടുത്ത് ഇതിൽ ചെറിയ പീസ് വെച്ചിരിക്കുന്നതാണ് നേരത്തെ 2 പീസ് വലുതും 2 പീസ് ചെറുതുമായിട്ട് കിട്ടിയിരിക്കുന്നവർ ചെയ്യേണ്ടത്. അതായത് ബാക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇതാണ് ചെറിയ പീസ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ തുറക്കുക. തുറന്നതിന് ശേഷം കാലിന്റെ ഭാഗം നമ്മുടെ മെഷീന്റെ ടേബിളിലേക്ക് ഇടുക. നല്ല ഭാഗം ഇങ്ങനെ എടുക്കുക. ക്രീസ് ലൈൻ്റെ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെ കറക്റ്റാക്കി ബാക്ക് പോയിന്റും ഒരു ക്രീസ് ലൈനും തമ്മിൽ യോജിപ്പിച്ച് പിന്നോ മുട്ടുസൂചിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തോ വെക്കാവുന്നതാണ്. തുടക്കക്കാർക്കൊക്കെ അത് വളരെയധികം ഉപകാരപ്പെടും. ഇനി ഇവിടെ നിന്ന് ഈ ക്ലോത്ത് ഒരു കാരണവശാലും വലിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് ക്രോസ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് എത്ര വേണമെങ്കിലും വലിഞ്ഞു വരും. താഴെ ബെൽറ്റ് പീസ് സ്ട്രെയിറ്റ് ആണ്. അതിനനുസരിച്ച് ഇത് വലിച്ചാൽ ക്രോസ് ആയതുകൊണ്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഒട്ടും വലിക്കാതെ നോക്കുക. ക്രീസ് ലൈനും ബാക്ക് പോയിന്റും തമ്മിൽ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം പുറകിലേക്ക് വലിക്കാതെ ബെൽറ്റ് പീസിലുള്ള 5 അടയാളപ്പെടുത്തിയ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്
അഞ്ചടയാളപ്പെടുത്തിയ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. ബാക്കിയുള്ള ഭാഗത്താണ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് ലൂസാണ് വേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, വളയാതെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അകത്ത് മുട്ടിക്കിടക്കുന്നത് രണ്ടും നല്ല വശം തമ്മിലാണ്. ഒരിക്കലും കാലിന്റെ ഭാഗം മറിച്ചെടുക്കാൻ പാടുള്ളതല്ല. ബെൽറ്റ് പീസ് വെക്കുമ്പോൾ മാത്രം ഇങ്ങനെ വെക്കുക, അതായത് ബാക്ക് പോർഷന്റെ നല്ല വശം വെക്കുക. അതിനുശേഷം ഇതിപ്പോൾ 4 പീസും ഒരുമിച്ചായതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രീസ് ലൈൻ കൊണ്ട് വെച്ചാൽ മതിയാവും. അതല്ല വലുതും ചെറുതുമായിട്ട് കിട്ടിയിട്ടുള്ളവര് ചെറിയ ഭാഗമായിരിക്കണം ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോ ഫ്രണ്ടിലുള്ള ഓപ്പണിന്റെ 2 ഭാഗത്തുള്ള 5 ഇഞ്ചിനുള്ളിലാണ് ഇത്രയും ഭാഗം വന്നിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം കൊണ്ടുവയ്ക്കേണ്ടത് മെഷീനിൽ നമുക്ക് നല്ല ഭാഗം കാണുന്ന വിധത്തിൽ ബെൽറ്റ് പീസാണ്. അതിന്റെ മുകളിലേക്കാണ് ഇതിന്റെ നല്ല ഭാഗം കൊണ്ടുവന്ന് വെക്കേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ മെഷീനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കരുത്. ഇത്രയും ഭാഗം എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് കറങ്ങി ഇത്രയും ഭാഗം എത്തിയതിനു ശേഷം വീണ്ടും ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ആദ്യത്തെ സ്റ്റിച്ച് പ്ലീറ്റ്സ് ഇടാൻ ആരംഭിക്കേണ്ടത് നമ്മൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റും ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക. ഇത് ഈ ക്രീസ് ലൈൻ എത്തുമ്പോഴേക്കും, ഇത്രയും ഭാഗം എത്തുമ്പോഴേക്കും ഇത്രയും ക്ലോത്ത് നമുക്ക് പ്ലീറ്റ്സുകളായിട്ട് മാറേണ്ടതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ പ്ലീറ്റ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും അങ്ങോട്ടും, ഇവിടെ ക്രീസ് ലൈൻ എത്തുമ്പോൾ ഈ പ്ലീറ്റ്സ് തീർന്നിരിക്കണം. അതിനുശേഷം ഇത്രയും ഭാഗം നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇത്രയും ഭാഗമാകുമ്പോഴേക്കും 2 ഭാഗത്തുമുള്ള പ്ലീറ്റ്സ് ആയിക്കഴിഞ്ഞു. ഒരു പ്ലീറ്റ്സ് അങ്ങോട്ടും ഒരു പ്ലീറ്റ്സ് ഇങ്ങോട്ടുമാണ് ഇരിക്കേണ്ടത്. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ രണ്ടും ഉള്ളിലേക്ക് തന്നെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇത് ബെൽറ്റ് പീസിന്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തയ്ച്ചു വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് മെഷീനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ്. ഇല്ലാത്ത പക്ഷം ഇത് സൂചി കുത്തി നിർത്തിയതിനു ശേഷം ലിഫ്റ്റർ പൊക്കിയിട്ട് ഫസ്റ്റത്തെ പ്ലീറ്റ്സുകളെല്ലാം അങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് ഒരു ക്രീസ് ലൈൻ തീരുമ്പോൾ നമ്മുടെ ഓപ്പണിന്റെ സെന്ററിലായിരിക്കണം. വീണ്ടും അടുത്ത ഇത്രയും ഭാഗം ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ നമുക്ക് നേരെയും ഇട്ട് ഇത്രയും വരെ എത്തിക്കാം. മെഷീനിൽ ഇരുന്നുകൊണ്ട് തന്നെ സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്തിക്കൊണ്ട് ആദ്യത്തെ പ്ലീറ്റ്സുകളെല്ലാം അങ്ങോട്ടും നമ്മൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് ഇത്രയും ഭാഗം ക്രീസ് ലൈൻ എത്തുന്നവരെ എത്തിക്കുക. ക്രീസ് ലൈനും ഓപ്പണും കൂടി ഒരുമിച്ചാകുന്ന ഭാഗം തൊട്ട് ഇത്രയും ഭാഗം വരെ അടുത്ത കാലിലേക്കുള്ള ചുരുക്കുകളാണ്. ഇത് നമുക്ക് നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് ഇത്രയും എത്തിക്കാം. ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ബെൽറ്റ് പീസിന്റെ ഫ്രണ്ട് ഭാഗത്തെ ഓപ്പണുള്ള ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 5 ഇഞ്ച് വീതമുള്ള ഭാഗത്ത് ചുരുക്ക് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്കിനി നിവർത്തി നല്ല ഭാഗത്തേക്ക് എടുക്കാം. ഇതിൽ ഒരു കാര്യം കൂടി നമുക്കിനി ചെയ്യുവാനുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ തയ്യൽ തുമ്പിനെ മുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നല്ല ഭാഗത്തൂടെ ചേർത്തടിച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം ഇവിടെ റെഡി ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ടത്തിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുവാനുള്ളത് ഈ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായി ഇതുപോലെ തടവി കൊടുത്ത് അയൺ ചെയ്യുക. ഈ ഭാഗം കറക്റ്റാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അയൺ ചെയ്യുക. അതുപോലെ തന്നെ താഴേക്കും അയൺ ചെയ്യുക. അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും നീറ്റായിട്ടുള്ള അയണിങ്ങുമാണ് കംപ്ലീറ്റ് ചെയ്ത ഒരു ക്ലോത്തിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. അതുകൊണ്ട് ഏത് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്താലും അയൺ ചെയ്ത് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 2 വലിപ്പത്തിൽ വന്നിരിക്കുന്ന പീസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഇതുപോലെയുള്ള ഭാഗം നിവർത്തിയിടുക. നിവർത്തിയിട്ടതിനു ശേഷം ഇതിനായി കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ചെറിയ പീസും വലിയ പീസും 2 വശങ്ങളിലുമായി അറേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്ത കാലും അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഇടതുവശമാണെങ്കിൽ ഈ ചെറിയ ഭാഗം വലതുവശമാക്കി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ വെച്ച് ജോയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും
ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റതിനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്. കറക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കാലിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓരോ പീസ്, ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പീസ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. അതിനുശേഷം അടുത്ത കാല്, ഇതിപ്പോ ചെറിയ പീസ് ഈ ഭാഗത്താണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വലതു ഭാഗമായിട്ട് കണക്കാക്കാം. ഇനി ഇതുപോലെ തന്നെ വേറൊരു പീസും കൂടി അടുത്ത കാലിനുണ്ടാവാം. അതിനെ നമ്മൾ ഇങ്ങനെ ഇടതു ഭാഗമായി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം, രണ്ടും ഇടതും വലതുമാക്കി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം കൂട്ടിവെച്ച് തയ്ക്കുക. ഒരു കാരണവശാലും ഒരെണ്ണം തീർത്തതിന് ശേഷം അടുത്തതിനെ എടുത്തു വെച്ചാൽ ചിലപ്പോൾ രണ്ടും ഒരു വശമാകാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പലതവണ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കൂ. സ്വന്തമായി ഡിസൈൻ ചെയ്യുമ്പോൾ ആത്മസംതൃപ്തി തരുന്ന മറ്റൊരു തിയറിയും പ്രാക്ടിക്കലുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.